എന്താ? എന്നെ രക്ഷിക്കണം വലിയ മുതലാളി. എന്താ സേവ് നിന്നെ പിരിച്ചു വിട്ടോ? എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മ എന്നെ പിരിച്ചു വിട്ടു. ഓ, നീ അവരെ ധിക്കരിച്ച് വല്ലതും ചെയ്തു കാണും. എങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ സങ്കടം പറയാൻ എനിക്ക് വേറൊരു സ്ഥലമില്ല വലിയ മുതലാളി. ആട്ടെ, താൻ എന്ത് കുറ്റമാ ചെയ്തത്? സ്നേഹിക്കുന്നത് കുറ്റമാണോ? നോക്കിയും കണ്ടും സ്നേഹിച്ചില്ലെങ്കിൽ സ്നേഹവും ഒരു കുറ്റമായെന്ന് വരും. ഇതങ്ങനെയല്ല വലിയ മുതലാളി. നോക്കിയും കണ്ടും ചെറുപ്പം തൊട്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി. പെൺകുട്ടിയുടെ ആൾക്കാർക്കും എന്റെ വീട്ടുകാർക്കും എതിർപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരോടും പറയാതെ എനിക്ക് ആ കുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്യേണ്ടി വന്നു. ഏത് രക്ഷിതാക്കളെയും അത് വേദനിപ്പിക്കും. തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ ഇത്രയും കാലം സ്നേഹിച്ച പെൺകുട്ടിയെ ചതിക്കണം എന്നാണോ? എന്നല്ല. ശരി മുതലാളി, ഒരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് വലിയ മുതലാളി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റിന് സ്വന്തം മകനോട് ക്ഷമിക്കില്ലേ? ഞാനാണെങ്കിൽ ക്ഷമിക്കും. എന്റെ അത്ര വിവരം നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടെങ്കിൽ അവരും ക്ഷമിക്കും. കറക്റ്റ്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെയാണ് നടന്നിരുന്നതെങ്കിൽ മഹാമനസ്കനായ മുതലാളി മകനോട് ക്ഷമിച്ചേനല്ലേ? അതെ. എനിക്കത് കേട്ടാ മതി. മുതലാളി ഇങ്ങ് കേറിപ്പോര്. അച്ഛൻ ക്ഷമിച്ചു കഴിഞ്ഞു. മറ്റൊരു മാർഗവും ഇല്ലാതായി പോയി അച്ഛാ. ഓർക്കണം. എന്തായാലും 1500 കൂടുതലാ സാറേ. സത്യത്തിൽ ഈ കച്ചവടത്തിൽ എനിക്ക് ഒന്നും കിട്ടില്ല. ആര് പറഞ്ഞു? ഇത് എത്ര രൂപയുടെ മെറ്റീരിയൽസ് ഉണ്ടെന്നാണ് എന്റെ വിചാരം. എന്നാലും സാറ് ഡിപ്പാർട്ട്മെന്റിൽ സാധനങ്ങൾ കട്ടെടുത്ത് തരുമ്പോ ഇത്രയും ചോദിക്കാറില്ലായിരുന്നു. ഏതോ അത് സർക്കാർ മുതല, ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ഇതെന്റെ അനിയന്റെ, എനിക്ക് ഇത്തിരി എണ്ണുണ്ട്, അത് മനസ്സിലാക്കണം. താൻ സ്ഥലം വിട്ടേ. നാളെ ഞാൻ ആ വഴിക്ക് വരുമ്പോ കാശെടുത്ത് വെച്ച് കിട്ടാ. അല്ല സാറേ, വേറെ വലിയ സാധനങ്ങളൊന്നും ജംഗ്ഷനിൽ ഞാൻ വലിയൊരു ട്രാൻസ്ഫോർമർ കണ്ടുവച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ പാർട്സ് ആയിട്ട് ഇളക്കിട്ട് നിന്റെ അണ്ണാക്കിലേക്ക് കുത്തിരാ. ഒന്ന് പോടോ കൊടുത്ത്. വണ്ടി എടുക്കും. ആരെങ്കിലും ഒന്ന് കണ്ടാണ്ടില്ല, എന്റെ ജീവിതം പോയി. കള്ളന്നുള്ള പേര് മാത്രം എനിക്കില്ലാത്തത്. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കുട്ടിയുടെ ചേട്ടൻ, അതായത് എന്റെ മുതലാളി, അങ്ങേര് തുടങ്ങാൻ പോകുന്ന ബിസ്ക്കറ്റ് കമ്പനിയുടേതാണ് ഈ വാൻ. ഞാൻ അന്യനാണ്, പക്ഷെ ഈ വാൻ അന്യമല്ല. ഞാനിത് 4ാം തവണയാണ് കുട്ടിക്ക് കോളേജിലേക്ക് ഒരു ലിഫ്റ്റ് തരട്ടെ എന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ 3 തവണ പറഞ്ഞതേ ഇപ്പോഴും പറയാനുള്ളൂ. താല്പര്യമില്ല. ഓക്കെ, ഒരു നിമിഷം. ഞാനും സേതു മുതലാളി ഇപ്പൊ വളരെ ക്ലോസ് ആണ്. കുട്ടിയുടെ നാത്തൂനെ തട്ടിക്കൊണ്ടുവന്നത് എന്റെ നേതൃത്വത്തിലാണ്. പിന്നെ ഇന്നലെ എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? നേരം വൈകി. എന്താ നിന്റെ പേര്? നമ്മുടെ വയറിംഗ് മെറ്റീരിയൽസ് മുഴുവൻ കളവ് വേടാ. നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുക. ഈ കാലത്ത് മോഷണം തടയാൻ അത്രേ ഉള്ളൂ വഴി. സർ, ഇവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ പെരുമാറ്റ മുറകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ വയറ് വെളി വരും.
ഇവിടുത്തെ സ്റ്റാഫിനെ ഒന്നും കൊണ്ടുപോണ്ട. വെളിയിൽ നിന്ന് ആര് വരാനാ സേതു സാറേ സാറിന്റെ 2 ചാൺ വയറ് മോട്ടിക്കാൻ? സാറ് സമ്മതിക്കാണെ കള്ളനെ ഞാൻ ഈ നിമിഷം പിടിച്ചു തരാം സാറേ. അന്വേഷണം പുറത്തു മതി. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടിയാൽ അന്വേഷണം പുറത്തു വെച്ച് വേണോ അകത്തു വെച്ച് വേണോ എവിടെ വെച്ച് വേണം എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും കേട്ടോ സാറേ. ഏതായാലും സ്ഥലത്തെ സ്ഥിരം കള്ളന്മാരെ ഞങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു കള്ളനെ പിടിച്ചു തരാം. പിടിക്കട്ടെ. ചെല്ലളിയാ വേണമെങ്കിൽ മതി. ഏകദേശം എത്ര രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കാണും മുതലാളി? എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റുന്നു. അത് കൊണ്ടുപോയ കഴിവേറി ദൈവമേ മുടിഞ്ഞു പോണേ. ഒരു 8000 രൂപയുടെ മെറ്റീരിയൽസ് മേടിച്ചാ നമുക്ക് പണി തുടങ്ങാം സാർ. 8000 രൂപ എന്ന് വെച്ചാൽ ഇനി 8000 രൂപ ഞാൻ ഉണ്ടാക്കണം. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട എനിക്ക് KFC-യിലേക്ക് ചെല്ലാൻ. ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. ഈ പോയ സാധനമൊക്കെ 2 ദിവസത്തിനകം ഉണ്ടാക്കാന്ന് വിചാരിക്കുക. പിന്നെ ഇനി ഒരു എത്ര ദിവസം എടുക്കും ഇതൊക്കെ ഒന്ന് വലിച്ചു കെട്ടാൻ? ഏകദേശം ഒരാഴ്ച പിടിക്കും സാർ. ഒരാഴ്ച? ആ. എങ്കിൽ ഈ പരിപാടി പൊളിഞ്ഞത് തന്നെ. 4 ദിവസത്തിനകം ഇത് നടന്നില്ലെങ്കിൽ പിന്നെ 21-ാം നൂറ്റാണ്ടിലെ ലോൺ കിട്ടൂ. ഒരു 8 മുഴം വയറ് കിട്ടുമോ? ഒരു തരി ബാക്കി വെച്ചിട്ടില്ല സാറേ. വേണ്ട, ഒരു 8 മുഴം കയറ് കിട്ടുമോ? എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനം ഇരിക്കോടോ? രൂപ 1ഉം 2ഉം അല്ല, 8000 അല്ലയോ? അല്ല മുതലാളി, നാളത്തെ കാര്യമൊന്നും പറഞ്ഞില്ല. ആ, രാവിലെ നീ വാനും എടുത്തുണ്ടെങ്കി വാ. അല്ല, ചുമ്മാ വാ പോന്ന് പറഞ്ഞാ വാന് വരൂല. അതിനകത്ത് ഡീസൽ എന്ന് പറയുന്ന ഒരു സാധനം ഒഴിക്കണേ. അതിലിപ്പോ എന്താ കാണും? കഷ്ടിച്ച് ഷെഡിൽ കൊണ്ട് കയറ്റാം. പോവാ? ഓ, ഷെഡ് വരെ പോവോ? ഓ, എങ്കിൽ നീ ഇതുകൊണ്ട് ഷെഡിലിട. നമുക്കൊരു നല്ല കാലം വരുമ്പോ ഇതെടുത്ത് ഓടിക്കാം. നീ രാവിലെ ജംഗ്ഷനിൽ നിന്നാ മതി, ഞാനങ്ങ് വരാം. അല്ല, വയറിംഗ് മെറ്റീരിയൽസ് ഇടോ? അതാടോ പറഞ്ഞ് വാനിന്റെ RC ബുക്ക് പണയം വെച്ച് ബേബി ചായനോട് ഇത്തിരി കാശ് ചോദിക്കാം. ഓഹോ, അപ്പൊ വാനും പണയത്തിൽ. എന്നാ നീ രാവിലെ വരുമ്പോ ഒരു 5 ലക്ഷം രൂപയും കൊണ്ടുവാ. മുതലാളി, വല്ലാതെ ദാഹം, കുടിക്കാൻ എന്തെങ്കിലും? ആശേ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക. എന്നോട് ക്ഷമിക്ക്. ഇപ്പോഴെങ്കിലും വന്നോ? കാത്തിരുന്ന് മടുത്തു സേതുട്ടാ. ഉറങ്ങാൻ പാടില്ലായിരുന്നോ? ഉറങ്ങാനോ? സേതുട്ടം വരാതെയോ? ഞാൻ വരാനേ ഇനി എന്നും വൈകും. ഇനി അത് പറ്റില്ല. 10 മണിവരെ നല്ല നിലാവുണ്ടായിരുന്നു. എനിക്ക് ആശയുണ്ടായിരുന്നു സേതുവേട്ടാ, നമുക്ക് 2 പേർക്കും കൂടെ പല പല രസങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് പറമ്പിക്കൂടിയും വഴിക്കൂടിയും ഒക്കെ നടക്കണമെന്ന്. നിലാവത്ത പാമ്പിറങ്ങുന്ന ഇവിടെ മൂർഖന്മാരുടെ കോട്ടയാ. ഇതെന്താ, കിടക്കാണോ? ഭയങ്കര ക്ഷീണം, ഭയങ്കര ക്ഷീണം. അയ്യോ, എന്ത് പണിയാ സേതുവേട്ടാ, എനിക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ട്. അല്ല, ഭക്ഷണം കഴിക്കണ്ടേ? ഞാൻ കഴിച്ചു. എവിടുന്ന്? ഇവിടുന്ന്. ആരെടുത്തു തന്നു? ആശ. അപ്പൊ വന്നിട്ട് ഒത്തിരി നേരമായല്ലേ? സേതുവേട്ടൻ എന്നെ ഒന്ന് വിളിച്ചു പോലുമില്ല. ആരാ കേട്ടത്?
ഇനി സേതുവേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കേണ്ടത്? സേതുവേട്ടന് ഭക്ഷണം എടുത്തു തരിക എന്നുള്ളത് എന്റെ അവകാശമല്ലേ? നാളെ തന്നെ എന്തോന്ന്? 8,000 രൂപ വയറിങ് മോഷണം കട്ടം ചുട്ടു. ഇതിലിപ്പം മടിക്കാനൊന്നുമില്ല. മാസം തയ്യുമ്പോ ശമ്പളം കൊടുക്കണമെന്ന് അമ്മാവ് സേതുവിനോട് പറഞ്ഞല്ലേ. ഇന്നിപ്പോ തീയതി 7 ആയി. എന്നാലും ഒരെന്നാലും ഇല്ല. എനിക്കൊന്ന് എന്റെ വീട് വരെ പോണം. വെറുതെ കൈ വീശി അങ്ങോട്ട് ചെല്ലാനേ ഒരു പിച്ചക്കാരന്റെ കൂടെ അല്ല അച്ഛനും അമ്മ എന്നെ ഇറക്കി വിട്ടത്. നിന്നെ കെട്ടിയതിന് ശേഷം ഞാനൊരു പിച്ചക്കാരനായി നീ നിന്റെ അച്ഛനോട് എന്ന് പറ. ദേ, നിങ്ങൾ സേതുവിനോട് ശമ്പളം ചോദിക്കും മനുഷ്യ. അവൻ സ്വല്പം ബുദ്ധിമുട്ടില്ല. മാത്രമല്ല കമ്പനിയിലെ കേബിളും മറ്റും ഇന്നലെ ആരോ പൊക്കി കൊണ്ടുപോയി. നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ? കേബിളാ? ഇന്ന് എന്തായാലും സേതുട്ട് ഉച്ചയ്ക്ക് ഊണൊഴിക്ക് എത്തിയേ പറ്റൂ. സമയം കിട്ടും തോന്നില്ല. എന്നാ ഞാൻ ഫാക്ടറിയിലോട്ട് വരട്ടെ. ഫാക്ടറിയിലോട്ടോ? അവിടെ വന്നാൽ നിന്നെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് സമയം കിട്ടാം. അത്ര പ്രശ്നം അവിടെ. എന്തൊരു കഷ്ടം ഇത്. ഒന്ന് നേരം വേണം സംസാരിക്കാൻ പോലും സേതുവേട്ടന് നേരമില്ല. ഈ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ. അതെ, സുഭദ്ര പറയാണേ ആ. മാസം തികഞ്ഞു. അയ്യോ, അതിന് ഞാനൊന്നും. അതല്ല, ശമ്പളം കിട്ടിയിട്ടില്ല. ഓ, ഇതാ ശമ്പളം. 17 രൂപയുണ്ട്. അച്ഛനെ അമ്മേനെ ആരാണെ പോയി കാണും. പിന്നെ നീ വേണേ ടൂറിസ്റ്റ് ടാക്സി വിളിച്ചു പൊക്കോട്ടാ, അതാ നല്ലത്. RC ബുക്ക് എടുത്തല്ലോ അല്ലേ? ആ, ഉണ്ട്. വേവിച്ചാനെത്തിയ ഇപ്പൊ ഇരുന്നട്ടെ. വെയിറ്റ് ചെയ്യാൻ പറ്റൂല. ആ, എന്നാ ഓട്ടോ വിട്ടേക്കല്ലേ? ഓ, ആകെ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ഞാൻ ചേട്ടനെടുത്ത് കൊടുത്തേ. ഓഹോ, നിന്റെ പൈസ വല്ലതും ഉണ്ടോ? എന്റെ 75 പൈസ ഉണ്ട്. എനിക്ക് വേറെ ഓട്ടോ ഉണ്ട് സാറേ. ഇങ്ങനെ ഇവിടെ തന്നെ നിക്കാൻ പറ്റൂ? ആ, അയാൾക്ക് വേറെ ഓട്ടോ ഉണ്ട്. വരുന്നുണ്ടാ? എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം. മുതലാളി വാ. എവിടെ? മുതലാളി വരണം. എങ്ങോട്ട്? വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാം. എവിടുന്ന്? മുതലാളി വരണം. മുതലാളി, ഞങ്ങൾക്ക് 2-3 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. വാ, കാരണം മുതലാളി ആ ചായക്കട വന്നാട്ടെ. വന്നേ. എനിക്കിപ്പോ ചായ വേണ്ട. ചായ എനിക്കും വേണ്ട. ഇവിടെ ഇരിക്കാം സാർ, ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നോളൂ. പുട്ടുദോശ, പൊറോട്ട, അപ്പം, മട്ടൺ ചാപ്സ്, ചിക്കൻ കറി. 3 പൊറോട്ടയും മുട്ടൻ കറിയും. അല്ല, മട്ടൻ കറിയും. അതെ, മറ്റേ കൈ കഴുകാനുള്ള വെള്ളം. വാഷ് ബേസിൻ ദാ അവിടെ ഉണ്ട്. നമുക്ക് കൈ കഴുകാം. ഓടിക്കോ മതില്. ഓടാ മുതലാളി. അല്ല, ഓട് മുതലാളി. എന്താ ഇത്? തല ഒത്തിരി ചൂടാവുന്നുണ്ട്. ഞാൻ ആശയോട് ചോദിച്ചു. സേതുവേട്ടൻ തലയിൽ എണ്ണയെ തേക്കാറില്ലെന്ന്. ഇനി അങ്ങനെ പറ്റില്ല. എനിക്ക് എന്നെ വെച്ചാൽ നീരിളകും കൊച്ചേ. സേതുവേട്ടന് ശരീരം നോക്കണമെന്ന് ഒരു വിചാരവും ഇല്ല. രാവിലെ എണീറ്റ് 1 മണിക്കൂർ നടന്നാൽ എന്താ? ഈ പിളുന്ന തടിയൊക്കെ 1 മാസം കൊണ്ട് മാറിക്കിട്ടും. എനിക്ക് കുറെ കണക്ക് നോക്കാനുണ്ട്. നീ പോയേ. കുറച്ചു ദിവസമൊക്കെ ഈ കണക്കൊക്കെ ഒന്ന് മാറ്റി വെക്കും സേതുവേട്ടാ. സേതുവേട്ടന്റെ തലയിൽ എപ്പോഴും ഈ ഫാക്ടറി മാത്രമേ ഉള്ളോ? ആ, എനിക്കിപ്പോ അത്രേ ഉള്ളൂ. നീ പോയ സുലു. അപ്പോ ഞാനില്ലേ? നീ എന്റെ ഹൃദയത്തിനകത്തല്ലേ. ഇപ്പൊ ചോദിച്ചാ മാത്രം ഇങ്ങനെയൊക്കെ പറയൂന്നായിട്ടുണ്ട്. പണ്ടൊക്കെ. നീ പോയി വെള്ളം ചൂടായ നോക്കി. അതൊക്കെ ചൂടായി കഴിഞ്ഞു. എന്നാ പോയി കുളിക്കേ. ആദ്യം മുതലേയുള്ള എന്റെ ഒരു ആഗ്രഹം പറയട്ടെ സേതുവേട്ടാ. ഒരുപാട് വലുതാണെങ്കിൽ പറയണ്ട. അത്ര വലുതൊന്നുമല്ല. എന്നാ പറ. ഒരു ഹണിമൂൺ ട്രിപ്പ് ഊട്ടിയിലേക്ക്. അയ്യോ, ഊട്ടിയാ? നടക്കില്ല. ഒന്നാമത് എനിക്ക് സമയമില്ല. രണ്ടാമത് പിന്നെ ഈ ഊട്ടി ഭയങ്കര തണുപ്പാണ്. ഐസ് മഴ വീണ് വര വെച്ച് നമ്മൾ ചത്തുപോകും. ആര് പറഞ്ഞു? എന്നിട്ടാണോ ആൾക്കാർ ഊട്ടി ഊട്ടി എന്ന് പറഞ്ഞ് പരക്കം പായുന്നേ? ഹണിമൂണ് പോകാൻ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. അയ്യോ, അതൊന്നും അല്ല. ഇപ്പൊ ബുദ്ധിമുട്ടാ സുലു. സേതുവേട്ടന് ഓർമ്മയുണ്ടോ മുമ്പ് എനിക്ക് എഴുതിയത്? എന്താന്ന് എഴുതി? വിവാഹം കഴിഞ്ഞാലുടൻ 2 ആഴ്ചത്തെ ഹണിമൂൺ.
ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരറ്റത്തേക്കോ നമ്മൾ യാത്ര തിരിക്കും. നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന സ്നേഹസമ്പന്നനായ ഭർത്താവായിരിക്കും ഞാൻ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ലെന്നോ? ഇല്ല. ഞാൻ കാണിച്ചു തരാം. എവിടെ? ഉം. എന്താ കാണിക്കാൻ പോവാ? ദാ, ഇത് വായിച്ചോ. എന്റെ മോളെ, നിന്നെ പിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ യുഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാത്രി ഏറെ വൈകിയിരിക്കുന്നു. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്റെ രൂപം മാത്രം. ദാ, ഈ ഭാഗം വായിച്ചോക്ക്. വിവാഹം കഴിഞ്ഞാലുടൻ 2 ആഴ്ചത്തെ ഹണിമൂൺ ഊട്ടിയിലേക്ക്. മതി മതി. അതെ, ഞാൻ വേറെന്തോ ആലോചിച്ചോണ്ടിരുന്നപ്പോ അങ്ങനെ എഴുതി പോയതായിരിക്കും. ഇതെന്തോന്ന്? എല്ലാം സേതോട്ട് എനിക്ക് അയച്ച കത്തുകളാ. അതിനെയും കെട്ടിക്കൊണ്ട് നടക്കുന്ന എന്തിനാ? അപ്പൊ ഞാൻ സേതോട്ടിന് അയച്ച കത്തുകളൊക്കെ കീറിക്കളഞ്ഞോ? ഇല്ല, അതിവിടുത്തെ പശു തിന്നു കളഞ്ഞു. അയ്യോ, അപ്പൊ ഊട്ടി? എന്റെ ഈ ഊട്ടി. ഒരു ആഗ്രഹമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ സേതോട്ടാ. ഊട്ടിക്ക് ഊട്ടി പോ. താങ്ക്സ് സേതോട്ടാ. വാ. താങ്ക് യു വെരി മച്ച്. വെൽക്കം.